ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്നത് പോലെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മുന്തിരി കിട്ടുമ്പോൾ അതിന് ഉള്ളതിനേക്കാൾ സ്വാദ് കുറേയേറെ കൂടും എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ദാ ഇപ്പം കേട്ടോളൂ. അങ്ങനെ ഒരിക്കൽ പോലും കൈകൊണ്ട് തൊടാൻ പോലും കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഓവൻ എന്ന് പറയുന്ന ഒരു ഉപകരണം അങ്ങനെ എൻ്റെ കൈകളിൽ എത്തിച്ചേർന്ന കഥയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ദേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഓൺലൈൻ കച്ചവടത്തിൽ നിന്ന് ഓഫർ വന്നപ്പോൾ വാങ്ങിയ ഓവനാണിത്. ലൈഫ് ലോങ് എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്. അപ്പോഴേ ഈ വലിയ വലിയ ഹോട്ടലുകളിൽ ഇങ്ങനെ ചിക്കൻ കിടന്ന് കറങ്ങുന്നത് നമ്മൾ നേരിട്ടും ഫോണിലൂടെയൊക്കെയും കണ്ടിട്ടുള്ളതല്ലാതെ അതൊന്ന് തൊടാനോ രുചിച്ച് നോക്കാനോ ചെന്നിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ വേറൊരു മോഹം, വീട്ടിൽ തന്നെ നമുക്ക് ചിക്കൻ കറക്കി എടുത്താലോ എന്ന്. ബൈ ദ ബൈ അതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് തുണികളൊക്കെ കാണും. നമ്മൾ വലിയ മോഡുലാർ കിച്ചണോ അങ്ങനെയുള്ള വലിയ വലിയ കൊട്ടാരോ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എണ്ണക്കുപ്പിയും ഉപ്പ് ബോട്ടിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഓവൻ വൻ സെറ്റപ്പായിരുന്നു. വളരെയേറെ കാത്തിരുന്ന് കിട്ടിയ നിധി ആയതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ കറക്കിയെടുക്കാൻ വേണ്ടി അതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ റെഡിയാക്കി. അപ്പം ഇതൊന്നും ഒത്തിരി പറഞ്ഞൊന്നും നീട്ടുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ പാചകത്തിനെ കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇതാ മുഴുവനൊരു ചിക്കൻ വാങ്ങി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വരഞ്ഞ് മസാലക്കൂട്ടൊക്കെ പുരട്ടി അങ്ങ് കുക്ക് ചെയ്ത് കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. മസാലയ്ക്കൊക്കെ എന്തെന്നില്ലാത്ത വല്ലാത്ത മണമായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും ബിസ്ക്കറ്റ് ഉണ്ടാക്കാനും ചിക്കൻ്റെ ഇതുപോലെ ഗ്രില്ല് ചെയ്യാനും ഓവനിങ് എത്തി. വലിയ ഓവനൊന്നും അല്ല കേട്ടോ, കാണുന്നത് പോലെ ചെറുത് തന്നെയാണ്. എന്നാലും നമുക്കിത് വലിയതാണ്. ഈ ചിക്കനെ കണ്ടോ? അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇതാ മസാല കൂട്ടൊക്കെ പുരട്ടുകയാണ്. ഇനി നമുക്ക് ഇവനെ നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കണം. മര്യാദക്കുട്ടനായി കമ്പിയിലിരുന്ന് കറങ്ങണ്ടേ. 2 കാല് ചേർത്തൊരു കെട്ട്, 2 കയ്യും ചേർത്ത് മറ്റൊരു കെട്ട്. ഞങ്ങളിവിടെ നല്ലൊരു കമ്പി കഷ്ണം കൊണ്ടാണ് കേട്ടോ കെട്ടുന്നത്. ഇടയ്ക്കെങ്ങാനും അവന് ചാടിപ്പോരാൻ തോന്നാലോ. മര്യാദരാമനായി ഇരിപ്പുണ്ട്. അങ്ങനെ ഇവന് നമുക്ക് നേരെ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കൈ ഉള്ളിലേക്ക് പോകാതെ വച്ചു കൊടുക്കാം. ചുട്ട് പഴുത്ത് നിൽക്കുന്ന കമ്പി കണ്ടാ? ദേ അങ്ങനെ നമ്മുടെ ചിക്കൻ കറങ്ങാൻ തുടങ്ങി. അതിവിടെ ഇരുന്ന് കറങ്ങി റെഡിയാവട്ടെ. നിർഭാഗ്യവശാൽ ചിക്കൻ ഗ്രില്ലായതും കഴിച്ചതും ഒന്നും വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല. കക്കക്കൂട്ടം കണ്ട കാക്കയെ പോലെ എല്ലാം കഴിഞ്ഞു. ഓവനെയും വൃത്തിയാക്കി.